പിള്ളേര് പറഞ്ഞ ബൈക്കിന്റെ കാര്യത്തിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊരു വഴിപോക്കനാണെന്ന് വ്യക്തമല്ലേ? അതൊരു വഴിപോക്കനല്ല. ഒന്നാമതായി രാജീവ് പറഞ്ഞതുപോലെ അതൊരു വഴിപോക്കനാണെങ്കിൽ അയാൾ ബൈക്കിൽ നിന്നിറങ്ങി ബോഡി കാണാൻ ശ്രമിക്കില്ലേ? നിർബന്ധമില്ല. തിരക്കിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഇറങ്ങി സമയം നഷ്ടപ്പെടുത്താൻ തിരക്കിട്ട് പോകുന്ന ആളാണെങ്കിൽ നേരെ പോകും. എന്തിന് വന്ന വഴിയെ തിരിച്ചുവിട്ടു? ഒരു പക്ഷേ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണെങ്കിൽ അറിഞ്ഞു വരുന്ന ഒരാള് ഇവിടെ എന്താ ആള് കൂടി നിൽക്കുന്നതെന്ന് ചോദിക്കൂ. മാത്രവുമല്ല, അതുപോലൊരു ബൈക്ക് ഇതിനു മുമ്പ് ആ പ്രദേശത്ത് കണ്ടിട്ടില്ലെന്നാ ആ പിള്ളേര് പറഞ്ഞത്. ബൈക്കുകാരന്റെ വരവിലും തിരിച്ചുപോക്കിലുമാണ് പയ്യന് സംശയം തോന്നിയത്. നേരെയാണ് പോയിരുന്നതെങ്കിൽ സംശയിക്കില്ലായിരുന്നു. പക്ഷെ ആ സംശയം എന്താണെന്ന് തിരിച്ചറിയാൻ ആ പയ്യന് കഴിഞ്ഞിട്ടുമില്ല. ആരായിരിക്കും ആ ബൈക്കിൽ വന്നത്? എന്തിനായിരിക്കും അയാൾ വന്നത്? അവൻ ആരായിരുന്നാലും രശ്മി മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു അവന്റെ ഉദ്ദേശം. സർ, അന്ന് മരണം നടന്ന വീട്ടിൽ നിന്ന് കോൺസ്റ്റബിൾ വർഗീസ് ഇടയ്ക്ക് അയാളുടെ വീട്ടിലേക്ക് പോയിരുന്നതായി SI പറഞ്ഞു. എന്തിന്? എന്തോ ഫാമിലി എമർജൻസി എന്ന് പറഞ്ഞാണ് പോയത്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോ തിരികെ വന്നു. നമുക്കൊരു ചൂണ്ടയിട്ട് നോക്കാം. ഹലോ, വർഗീസിന്റെ വീടല്ലേ? അതെ. ഞാൻ സ്റ്റേഷനിൽ നിന്ന് സുകുമാരനെ വിളിക്കുന്നത്. വർഗീസിനെ ശ്യാമപ്രസാദും കൂട്ടർ അറസ്റ്റ് ചെയ്തു. കർത്താവേ, എന്തിനാ സാറേ? രശ്മിയുടെ ആത്മഹത്യ കേസിൽ എന്തോ കൃത്രിമം കാണിച്ചതിന്. അന്ന് വർഗീസ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പണം തൊണ്ടിയായി എടുക്കാൻ അവരങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഒരു കാരണവശാലും പണം അവരുടെ കയ്യിൽ കിട്ടരുത്. അതവിടെ ഇരിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിക്കും. അതവരുടെ കൈ കിട്ടിയ പിന്നെ വർഗീസ് സർവീസിൽ ഉണ്ടാവില്ല കേട്ടോ. എന്റെ ഈശോയെ. ഈ ഫയൽ സാറിന് തരാൻ SI അദ്ദേഹം പറഞ്ഞു. ഒന്നിച്ച് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ സംശയം തോന്നുന്നു കരുതി വീട്ടിൽ വെച്ചതാണ്. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോ അതിന്റെ കൂടെ ചേർത്തിടാനായിരുന്നു പ്ലാൻ. നിങ്ങൾ എന്തിനാണ് ആ നോട്ട്ബുക്ക് എടുത്ത് സാമുവലിന് കൊടുത്തത്? തങ്കച്ചൻ പോയിക്കോ. രാവിലെ ഞാൻ ഫോണിലൂടെ ചോദിച്ച കാര്യം എന്തായി? ആത്മഹത്യ കുറിപ്പൊന്നും ഇല്ല സർ. അതെനിക്കറിയാം. ഞാൻ ചോദിച്ച സാധനം കൊണ്ടുവന്നു. ഇല്ല സർ, അത് ബുദ്ധിമുട്ടാണ് സർ. SIയും CIയും ആ മുറിന്ന് മാറുന്നില്ല. ഇവിടെ ഒരു ബുക്ക് എടുക്കാൻ എന്നാ സമയം വേണം സാർ? അത് റിസ്ക് ആണ്. പുറത്തിറങ്ങാ പണി പോകും. ബൈ ഇലക്ഷൻ സീറ്റ് കിട്ടി ജയിച്ചാൽ ഞാൻ മന്ത്രിയാ. പിന്നെ താൻ എന്തിനാ പേടിക്കുന്നേ? അതെടുക്ക്. ഇത് നോട്ട് ചെയ്തോ. അങ്ങോട്ട് പോയ ഇതിനകത്ത് സാധനമുണ്ടോ? പണം ഇപ്പൊ വേണം? വേണ്ട സർ. എങ്കിൽ ശരി. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ തന്നേരെ. സർ, സാമുവലിന്റെ ഫോൺ കോൾസിന്റെ ഡീറ്റെയിൽസ്, ബോത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ്. ഇരിക്കൂ. (2570-663) 258-7741. മരണവിവരം അറിഞ്ഞു കഴിഞ്ഞ് ഈ 2 നമ്പറിലേക്കാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത്. അതെ സർ. സാമുവലിന്റെ മൊബൈലിൽ നിന്നും ഓഫീസ് ഫോണിൽ നിന്നും ഈ നമ്പറുകളിലേക്ക് ധാരാളം കോളുകൾ പോയിട്ടുണ്ട്. ആരുടെയാണ് ഈ നമ്പറുകൾ? രണ്ടും ഒരാളുടെയാണ് സർ. SP ജെയിംസ് ജോസഫിന്റെ. SPയുടെ കോൾ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട് സർ. ബഷീർ, ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ? മരണം നടന്ന ദിവസം രാവിലെ 7:40 തങ്കച്ചൻ
സാമുവലിന്റെ റെസിഡൻസ് നമ്പറിലേക്ക് വിളിക്കുന്നു. 7:42 സാമുവൽ അതേ നമ്പറിൽ നിന്ന് എസ് പിയുടെ റെസിഡൻസ് നമ്പറിലേക്ക് വിളിക്കുന്നു. 5 മിനിറ്റോളം അവർ സംസാരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം 8:18 എസ് പി ഒരു ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. 23157111. കൃത്യം 8:34 ഈ നമ്പറിൽ നിന്നൊരു കോൾ സാമുവലിന് പോകുന്നു. സോ 23157111 is a hot number for us. Get us details and trace him out. ആത്മഹത്യാക്കുറിപ്പിന് പിന്നിൽ കൊലപാതകിയല്ല എന്ന് തെളിഞ്ഞതോടെ നമ്മുടെ മുന്നിൽ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നു. ഫുട്പ്രിന്റിന്റെ ഉടമസ്ഥൻ എന്തിന് രശ്മിയുടെ മുറിയിൽ കയറി? രശ്മിയെ കൊല്ലാൻ. ഓക്കെ, കൊന്നതിന് ശേഷം അയാൾ മുറിക്ക് പുറത്ത് കടന്നിരിക്കുന്നു. പക്ഷെ പിറ്റേ ദിവസം നാട്ടുകാരെത്തി ചവിട്ടിപ്പൊളിക്കാൻ പാകത്തിൽ ആരാണ് ആ മുറി അകത്ത് നിന്ന് ലോക്ക് ചെയ്തത്? ഒരുപക്ഷെ സാറ് DGPയോട് പറഞ്ഞ പോലെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. നോനോ, അത് ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. റേറസ്റ്റ് ഓഫ് ദി റേർ. സർ, നമ്മുടെ ലിസ്റ്റിന് പുറത്തുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നെങ്കിൽ? പോസിബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള ആരെങ്കിലും കൊലയാളിക്ക് സഹായിയായി ഉണ്ടായിരുന്നിരിക്കണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ. അടുക്കള വാതിലിന് 2 താക്കോലില്ലേ? ഉവ്വ് സർ. ഒന്ന് നിങ്ങളുടെ കയ്യിൽ, മറ്റേതോ? രശ്മി കുഞ്ഞിന്റെ കയ്യില്. രശ്മി അത് എവിടെയാ സൂക്ഷിക്കാറ്? അടുക്കളയിൽ തന്നെ. രശ്മി എപ്പോഴാ ഉറങ്ങാൻ കിടക്കാറ്? മോഹസാർ ഇല്ലാത്തപ്പോ നേരത്തെ കിടക്കും. സമയം? ഒരു 9-9:30. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും രശ്മി ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉവ്വ് സർ. എനിക്ക് അസൗകര്യമായിരുന്നു 2 തവണ. നിങ്ങൾ രശ്മിയുടെ മുറിയിലാണോ കിടക്കാറ്? അല്ല, ഊണുമുറിയില്ല സാർ. രശ്മി തനിച്ചു കിടക്കാൻ പേടിയുള്ള ആളാണ്? അല്ല സാർ. പിന്നെ കറണ്ട് പോകുന്ന ദിവസങ്ങളിൽ ഒരല്പം പേടിയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നാൻ കാരണം? ഒരിക്കൽ ഞാനുള്ളപ്പോ കറണ്ട് പോയി. അന്ന് രശ്മി കുഞ്ഞ് എന്നെ വിളിച്ച് മുറി കിടത്തി. രശ്മി ഉറങ്ങുന്നതിന് മുമ്പാണോ ഉറങ്ങിക്കഴിഞ്ഞാണോ കറണ്ട് പോയത്? ഉറങ്ങുന്നതിന് മുൻപാണ് സാർ. ഉറങ്ങിക്കഴിഞ്ഞ് കറണ്ട് പോയ എന്നെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പിന്നീട് ഒരിക്കലും അവിടെ കറണ്ട് പോയിട്ടില്ല. അതെന്താ, ഈ വീട് കേരള സംസ്ഥാനത്തല്ലേ? അതല്ല സാർ. ആ സംഭവത്തിന് ശേഷം മോഹൻ സാർ വീട്ടിലൊരു മെഷീൻ വാങ്ങിച്ചു വെച്ചു. ജനറേറ്റർ ആണോ? അല്ല, ഈ ബാറ്ററി ഒക്കെയുള്ള. ഇൻവെർട്ടറാ? ആ, അത് തന്നെ. അതെവിടെയാണ് ഇരിക്കുന്നത്? അവരുടെ ബെഡ്റൂമില്.